told you, don't without him. These days don't right, who's wrong again? We've been ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൂസി ബാങ്ടൺ. സ്കിപ്പ് ചെയ്യരുത്, എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പ്ലീസ്. ഇപ്പം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ഏറ്റവും ഫ്രണ്ട്ലിയിൽ കൊണ്ടുവന്നത്. എന്താണ് എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ഞാൻ ഇത്രയും വീഡിയോ ഇട്ടതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു മിസ്റ്റേക്ക് പോലും വരാത്തൊരു വീഡിയോ ഇല്ല. അപ്പം എന്താ കാരണം എന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. ഇനി ലൈക്ക് എന്തായാലും ഇത് തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാണ്. സത്യം പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് മലയാളം അറിയില്ല. ഞാൻ മലയാളിയാണ്, പക്ഷേ എനിക്ക് മലയാളം പറയാനോ ലൈക്ക് വാതിരിയില്ല. പറയാൻ നേരത്ത് എനിക്ക് എഴുതാനോ വായിക്കാനോ മലയാളം അക്ഷരങ്ങളൂടെ അറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതും ഇങ്ങനെ ഉണ്ടാക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് എന്ന് തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഭയങ്കര കഷ്ടപ്പാടാട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ലൈക്ക് അതുമാത്രമല്ല, എനിക്ക് പിന്നെ മലയാളം തീരെ അറിയാത്തതുകൊണ്ട് പിന്നെ ഭയങ്കര സുഖമാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ സ്പെഷ്യൽ പാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ പാർട്ട് ഇടുന്നത്. എനിക്ക് ഒരു ക്ലൂ ഇല്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ അവരിപ്പോഴും ഹാപ്പിയാണോ അതോ സങ്കടമാണോ അതോ ഇപ്പോഴും ജലസും പൊസിറ്റീവും ഒക്കെ കണ്ടിന്യൂ ഉണ്ടോ അതോ ജിമിനും യൂങ്കിയായി ഒന്നിച്ചോ അതോ തേയും ജങ്കുക്കും ഡിവോഴ്സായോ എന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ചുമ്മാ ഉള്ളൊരു സ്പെഷ്യൽ പാർട്ടാണിത്. അതുകൊണ്ട് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. അഥവാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങ് ലൈക്ക് ചെയ്യാം കേട്ടോ, പിന്നെ കമൻറ്റ് ചെയ്യാം. ഞാൻ പിന്നെ പുതിയൊരു FF വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം ഞാൻ പോട്ടെ എന്നപ്പോൾ എൻജോയ് ചെയ്തോളൂ. ലവ് യു, ബൈ, സൈനിങ് ഓഫ്. കിഞ്ചി നിൽക്കാൻ വന്നത് കിഞ്ചോടരുത്. അയ്യോ നാട്ടുകാരെ ഓടുകയാണേ, എന്റെ അമ്മ ഇപ്പൊ എന്നെ കൊല്ലുവേ. നിങ്ങളവിടെ നിൽക്കാനാ ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താ ബഹളം? എന്താ പറ്റി? പെട്ടെന്ന് ജങ്കുക്കിന്റെ കാലുകളിലേക്ക് രണ്ട് കുഞ്ഞു കൈകൾ ചുറ്റിമറയുന്നു. പപ്പാ, മമ്മ എന്നെ കൊല്ലാൻ നോക്കുന്നു. എന്തടി, എന്താ പ്രശ്നം? എന്താ പ്രശ്നമോ? ഒന്നും അറിയില്ലല്ലേ. പിള്ളേരെ വളർത്തുന്ന മൂക്കിയും കണ്ടൊക്കെ വളർത്തണം. ചേട്ടാ, ഇപ്പൊ എന്താ പ്രശ്നമെന്ന് നീ പറ. എന്താ പ്രശ്നമെന്ന് ശരി പറയാം. കൊച്ചല്ലേ നോർത്ത് ഞാൻ അങ്ങ് വിട്ട്. അത് ഒന്നാമത്തെ കാര്യമായിരുന്നു. ശരി, നീ കാര്യം പറ. നീ ഒന്നാമത്തെ കാര്യം എന്താന്ന് പറ. എന്താണോ, അയലത്തെ വീട്ടില് പോയിട്ട് ആ കൊച്ചിനെ ഉമ്മ ചെയ്യുന്നു. അത് കൊച്ചല്ലേ, പാവല്ലേ, പോട്ടെ കുഴപ്പമില്ല, കൊച്ചല്ലേ എന്നോർത്ത് വിട്ട്. എന്നിട്ട് പറയാ, നമുക്ക് കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് നൈറ്റ് കൂടണ്ടേന്ന്. ഒരു 6 വയസ്സുള്ള കൊച്ചു പറയേണ്ട ശീലമാണോ പറയണ്ടേ എന്നാണ് ആ കൊച്ചിന്റെ വീട്ടുകാർ ചോദിക്കുന്നത്. ഇതും പോരാനിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞ് എന്നാണ് പറയുന്നത്. എന്നോടുള്ള ഒരു ബഹുമാനം കൊണ്ട് അവർ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്താണ് കുഞ്ഞുമോനെ വളർത്തിയിരിക്കുന്നത്? ഞാനെന്തോ ചെയ്തു അവനാണ് പറഞ്ഞെന്ന് പറഞ്ഞു. എന്താ ചെയ്തേനോ? അവരോട് ചോദിച്ചു നോക്കി, ഇതൊക്കെ ആരാ പഠിപ്പിച്ചേന്ന്? ഇതൊക്കെ ആരാ പഠിപ്പിച്ച കിംചി? അമ്മ അപ്പനെ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ജിമിനങ്ങളല്ലേ എപ്പോഴും ഫ്ലേർട്ട് ചെയ്യുന്നത് എന്നെ പഠിപ്പിക്കണം. അപ്പക്കറിയില്ല, അപ്പ അവിടെ പഠിപ്പിച്ചില്ലേ ഞാന്ന്? എടാ ക്രൂരരെ, നീ എങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാണിച്ചരാട്ടാ. എന്തോ കേട്ടില്ല. എന്നാലും അപ്പ പഠിപ്പിച്ചതും കൊള്ളാം, മോൻ പഠിച്ചതും കൊള്ളാം. ഇങ്ങനാണോ പിള്ളേരെ വളർത്തുന്നത് എന്നാണ് എന്നോട് ആ ചേച്ചി ചോദിച്ചത്. പഠിക്കുന്നത് നിങ്ങളോട് പലവട്ടം പറഞ്ഞോ, പിള്ളേരെ നോക്കി പരസ്പരം നോക്കി കണ്ട് ഓരോന്ന് ചെയ്യാവുള്ളേന്ന്. അതെങ്ങനെയാ? നാണോ ഇല്ല, മാനോ ഇല്ല. ഓ എന്തോ ഞാൻ കേട്ടില്ല. എന്താ നിനക്ക് നാണോ മാനോ ഇല്ലല്ലോ? അത് നമുക്ക് കാണാം. എന്ത് കാണാം? അയ്യയ്യ അമ്മി ചമ്മന്ന്. എന്നെ കൂടെ പറയിപ്പിക്കുക കേട്ടോ. അടുത്ത വീട്ടിലെ കൂടെ ഉമ്മ വെച്ചതും പോരാണ്ട് കേട്ടില്ലായിരുന്നോ? ജിമിനാങ്കുളം അപ്പ പഠിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ മൂന്നാം തൊട്ടേ അപ്പൊ പറയണ കേട്ടോ അമ്മ. ഓ അവന് ക്യൂട്ട്നെസ് വിളിക്കുന്നവനായിരുന്നു.
നിങ്ങളാണോ എല്ലാവരും വളം വെച്ചു കൊടുക്കുന്നത്? സമാധാനമായ നാട്ടെ കൊണ്ട് പറയിപ്പിച്ചപ്പോ കൊച്ചു പ്രായത്തിലെ ഇങ്ങനെ ഒന്ന് വലുതാവുമ്പോ എന്താവൂടാ നീ? എടി നീ ഒന്ന് അടങ്ങ്, അവൻ കൊച്ചല്ലേ. അതെ അതെ, പിള്ളേരുടെ വായിന്ന് വരുന്ന വർത്തമാനമൊക്കെയാണല്ലോ ഇത്. ഇതൊക്കെ നിങ്ങൾക്ക് നാച്ചുറൽ ആയിരിക്കും. നാച്ചുറൽ അല്ല, നോർമൽ ആയിരിക്കും. മമ്മിക്ക് ദേഷ്യം വന്നിട്ട് ഒന്നും വായ പോലും കിട്ടുന്നില്ല. ഞാനേ നിന്നെ നോക്കി ഞാൻ കാണിച്ചു നോക്കി നിന്നെ ചുട്ട് പൊഴിപ്പിച്ച് ചട്ടകൾ കുണ്ടിക്ക് വെച്ചിട്ട് ഞാൻ നിന്നെ കൊണ്ട് തീർക്കുന്നത്. എടി നീ അവൻ കൊച്ചല്ലേ, ഇങ്ങനൊന്നും പറയാതെ. കൊച്ചി വേണ്ട, ബെല്ലെടുന്ന് അടിക്കുന്നു, അതെങ്കിലും പോയി തുറന്നു നോക്കണം ചിലക്കാതെ. ഇപ്പൊ ഞാൻ ചിലക്കുമായിരിക്കും നിങ്ങൾക്ക്. എടി പോയിന്ന് തുറന്നു നോക്കു പെണ്ണേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ കതവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കതവ് തുറന്നു നോക്കിയപ്പോൾ എടി ഞാൻ വന്ന കേറി പോയില്ല. നീ എന്തിനു കിടന്ന് ചാടുന്നേ? ഞാൻ എന്തോ കാണിച്ചു വെച്ചടി. എടാ ജിമിനെ, അവക്ക് മത വിളകിക്കുക. നീ കേറ് ബാ. എനിക്ക് മക്കളില്ലല്ലോ. എടി ഒന്നും മിണ്ടാതിരിടി എന്റെ തേയാ. എന്റെ ദൈവമേ, ഇവിടെ എനിക്ക് എപ്പോഴാണോ കിട്ടിയത്? എടി കാര്യം പറ. എടാ എടി ഞാനതിലൊന്നും അല്ല വന്നിരിക്കുന്നേ. ഇവൻ വിളിച്ചിട്ട് പറഞ്ഞ് എന്ന് എളുപ്പം വാ അങ്ങളെ, എനിക്ക് അങ്ങളെ കാണാൻ തോന്നുന്നു. അപ്പൊ അങ്ങ് യോഗ്യ പറഞ്ഞ് അങ്ങനെങ്കിൽ ഇവനെയും വിളിച്ചോണ്ട് വരാനെന്ന്. എടി ഞാൻ അന്ന് ഭക്ഷണം ഒന്നും ആക്കി. ജിമിനെ, നീ കിംജിനെ കൊണ്ടുവരാൻ വന്നല്ലേ? ചെല്ല് കിംജി, അങ്ങോട്ട് പോയിക്കോ. പോക്കോ. പിന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനത്തെ അലമ്പൊന്നും കാണിക്കാതെ കേട്ടോ. ഇല്ല മമ്മി ചുമ്മാ പറയുന്നല്ലേ. ശരി, സമ്മതിച്ചു. പൊക്കോ എന്നാ. പോട്ടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കിംചി പോകുകയായിരുന്നു. പെട്ടെന്ന് ഇവിടെ ആരെയോ ഞാൻ മിസ് ചെയ്യാൻ പോകുന്നെന്ന് തോന്നല്ലോ. എന്താ മമ്മി പേണങ്ങല്ലേ? മമ്മി ക്യൂട്ടല്ലേ? മമ്മി ക്യൂട്ട് ഒരു തേങ്ങയല്ല. അങ്ങനെ പറയല്ലേ മമ്മി. നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുമ്പോ എനിക്ക് എന്തോ ഒരു ഇത് കിട്ടും. അതല്ല, മമ്മി ദേഷ്യപ്പെടുമ്പോ ഭയങ്കര കൂട്ടാ. മമ്മി ചിരിക്കുന്നു. ഞാൻ ചിരിക്കുന്നല്ല. എന്നാ ശരി, ഒന്ന് കുഴിഞ്ഞേ. ഞാൻ ഉമ്മ കൊണ്ടിട്ട് പോയിക്കോട്ടെ. ഉമ്മ ഇറങ്ങി പോതില്ലേ? മമ്മിക്ക് അറിയത്തില്ലേ എനിക്ക് മമ്മയോട് പിണങ്ങിയിട്ട് ഉറങ്ങാൻ കൂടി കയ്യില്ലെന്ന്. മമ്മിക്ക് വേണമെങ്കിൽ വേണ്ടോ, എനിക്ക് തന്നിട്ട് പോയിക്കൂടെ കുനി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈകൾ കുനിച്ചു നിർത്തി ഇട്ടൊരു കൊടുക്കുന്നു. പോയിട്ട് വരട്ടെ മമ്മി. പിന്നെ കടന്ന് കരയരുത് കേട്ടോ മമ്മിയെ കാണാന്ന് പറഞ്ഞ്. ഇല്ല, ഞാൻ കഴിയില്ല. എന്നെ യോഗി ചേച്ചി നോക്കോളൂ. നീ യോഗി ചേച്ചി ആക്കിയോ? എന്താടാ ജീവനെ കണ്ടിട്ട് നിനക്ക് വയസ്സായപ്പോ തോന്നുന്നുണ്ടോ? അങ്ങനല്ല, യൂങ്കിയാന്റിന്ന് വിളിക്കാൻ ഭയങ്കര പാടാ മമ്മി. ഓക്കെ. എനിക്ക് ഒരു വിഷമമില്ല. I'm young and smart, you know.
ചച്ച മമ്മി, പപ്പ മമ്മി ചാച്ച. അങ്ങനെ പറഞ്ഞുകൊണ്ട് കിംചി വീട്ടിൽ നിന്ന് പോകുന്നു. തേയ കഥ അടച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ മാറി നിൽക്കും. തേയാ അങ്ങനങ്ങ് പിണങ്ങാവോ? എന്താ എനിക്ക് പഴയും കൂടുന്നുണ്ടോ? പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചിട്ട് ശരി, പിണക്കം മാറിയില്ലേ അവനായിട്ടുള്ള? പിന്നെന്തിനാ മമ്മി എന്നോട് പിണക്കം? മമ്മിയോ? ഹാ, മൈ മമ്മി. അയ്യടാ മമ്മിയൊന്നും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ വേസ്റ്റിൽ പിടിച്ച് അടുത്തോട്ട് ചേർത്ത് നിർത്തിട്ട് പറയുന്നു, മമ്മി കിംചിക്ക് മാത്രം ഉമ്മ കൊടുത്തു, എനിക്ക് കിസ് ഒന്നുമില്ലല്ലോ. തരുന്നതുകൊണ്ടാ ചെറുക്കൻ ബാക്കിയുള്ള പെമ്പിളാക്കൂടെ കൊടുക്കുന്നത്. ഞാൻ എത്ര വേണ്ടു ജങ്കു മറ്റുള്ള ആ കൊച്ചിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് ഉമ്മ എഴുതുന്നു. സോറി തേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ? എന്നാ നീ ഒരു കാര്യം ഓർത്ത് നോക്ക്, നമ്മൾ എത്ര നാളായി ഒന്ന് ചെയ്തിട്ട്. ലൈക്ക് അവൻ ജനിച്ചിട്ട് നമ്മള് തമ്മിൽ ഫീൽ പോലും ചെയ്തിട്ടില്ലല്ലോ. അതങ്ങനെ സമയം കിട്ടണ്ടായോ? അപ്പൊ ആഗ്രഹമൊക്കെ ഉണ്ട്, സമയവും പിന്നെ അവൻ സമ്മതിക്കാത്തതുകൊണ്ടും ആണല്ലേ? പിന്നല്ലേ? അല്ല, എനിക്കങ്ങനൊന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്തിട്ട് 6 വർഷമായല്ലേ? അതെ. മമ്മിക്ക് ഈ ഡാഡിയെ ഒന്ന് ഫീൽ ചെയ്യണ്ടേ? അയ്യോ വേണമെന്നില്ല. എന്നാ മമ്മി ഒരു കിസ് തന്നാലും മതി. അവൻ അങ്ങനെ വിസ്പർ ചെയ്തപ്പോൾ അവളുടെ വയറ്റിൽ എന്തോ പോലെ തോന്നി അവൾക്ക്. എന്താ മമ്മി ഫീൽ ചെയ്യുന്നു? അവൻ പെട്ടെന്ന് അവളുടെ കരുത്തിലേക്ക് ചുംബനം കൊടുക്കാൻ തുടങ്ങുന്നു. Mommy, keep moaning my name. I just wanna feel you. I miss you a lot. I wanna feel you, Mommy. Can I? അവൾ ഒന്നും പറയാതെ കണ്ണ് അടച്ചു തന്നെ വെച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കുന്നു. Mommy, I think I don't need a permission because you're mine, right? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിക്കാൻ പോയപ്പോഴാണ് അവൾ എളുപ്പന്ന് ജങ്കുക്കിനെ തള്ളുന്നത്. എന്ത് പറ്റി മമ്മി?
എൻ്റെ മമ്മിയെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. അയ്യോ മമ്മി പോയി. എന്താ എൻ്റെ മമ്മിയല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു.